ഏഷ്യാകപ്പിന്റെ കലാശപ്പോരിൽ 147 റൺസ് വിജയലക്ഷ്യം പിന്തുടരുന്ന ഇന്ത്യ പതറുന്നു. 20 റൺസ് എടുക്കുന്നതിനിടെ 3 വിക്കറ്റ് നഷ്ടമായി. സഞ്ജു സാംസണും തിലക് വർമ്മയുമാണ് ക്രീസിലുള്ളത്. എൽദോ പോൾ പുതുശ്ശേരി കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. എൽദോ, മത്സരം ചൂട് പിടിക്കുമ്പോൾ ഇന്ത്യ പതറുന്നു എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. നിലവിൽ മത്സരത്തെ ഏത് രീതിയിൽ വിലയിരുത്തണം? അനുശ്രീ, ഇപ്പോൾ മത്സരത്തിൽ ഇന്ത്യ ഇപ്പോൾ പൊരുതുകയാണ്. അതായത് സഞ്ജു സാംസണും തിലക് വർമ്മയും ചേർന്ന് ഒരു മുൻനിരയുടെ തകർച്ചയിൽ നിന്ന് കരകയറ്റാനുള്ള തീവ്ര പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരും ചേർന്നുള്ള പാർട്ണർഷിപ്പ് ഇപ്പോൾ ഏതാണ്ട് 38 റൺസ് പിന്നിട്ടിട്ടുണ്ട്. 39 റൺസിലേക്ക് എത്തിയിട്ടുണ്ട് 37 പന്തിൽ. അതായത് ഓവറിൽ 6 റൺസ് ശരാശരിയിലാണ് നിലവിൽ ഇപ്പോൾ ഈ ഇരുവരും ബാറ്റ് ചെയ്യും, തിലക് വർമ്മയും സഞ്ജു സാംസണും. സഞ്ജു സാംസണെ ഇതിനിടയ്ക്ക് താലത്ത് മിസ്ഫീൽഡ് ചെയ്ത് ഡ്രോപ്പ് ചെയ്തു. ഇപ്പോൾ ഒരു 6 പറത്തിയിട്ടുണ്ട്. എന്താണെങ്കിലും ഇന്ത്യ മെല്ലെ മെല്ലെ മത്സരത്തിലേക്ക് തിരികെ വരാനുള്ള ശ്രമത്തിലാണ്. തിലക് വർമ്മയും സഞ്ജു സാംസണുമാണ് ക്രീസിൽ. പ്രതീക്ഷ നൽകുന്ന ഒരു പാർട്ണർഷിപ്പ് ഇരുവരും ബിൽഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ഇന്ത്യയുടെ മുൻനിര അമ്പെ പരാജയപ്പെടുകയായിരുന്നു ഇന്ന് പാകിസ്ഥാന്റെ ഫാസ്റ്റ് ബോളർമാർക്ക് മുന്നിൽ. അതിൽ ഏറ്റവും പ്രധാനം അഭിഷേക് ശർമ്മ, ഈ ടൂർണമെന്റിലെ താരമായിട്ടുള്ള അഭിഷേക് ശർമ്മ ഇന്ന് പക്ഷേ 5 റൺസിന് പുറത്തായി. അത് ഹാരിസ് റൌഫിന്റെ പന്തിൽ, ഫഹീം അഷ്റഫിന്റെ പന്തിൽ ഹാരിസ് റൌഫിന് ക്യാച്ച് നൽകി മടങ്ങി അഭിഷേക് ശർമ്മ. ശുഭ്മാൻ ഗില്ലാണ് വളരെ നിരാശപ്പെടുത്തിയ മറ്റൊരു താരം. ഒപ്പം സൂര്യകുമാർ യാദവ് ഈ ടൂർണമെന്റിൽ തന്നെ അമ്പെ പരാജയമായിരുന്നു. ആ പരാജയത്തിന്റെ ഒരു തുടർച്ച എന്നോണം ഫൈനലിലും അത് തുടരുകയും ചെയ്തു. സൂര്യകുമാർ യാദവ് 1 റൺ എടുത്താണ് പുറത്തായത്. ഈ 2 പേരുടെയും പുറത്താകലുകൾ അത് ഏറ്റവും മോശം ഷോട്ട് സെലക്ഷൻ ആണ് എന്നുകൂടി പറയാതെ വയ്യ. ഒരു ഫൈനൽ മത്സരത്തിൽ കളിക്കുമ്പോൾ മുൻനിര ബാറ്റർമാർ പ്രകടമാക്കുന്ന ഒരു ഷോട്ട് സെലക്ഷൻ ആയിരുന്നില്ല ശുഭ്മാൻ ഗില്ലിൻ്റെതും ഒപ്പം സൂര്യകുമാർ യാദവിൻ്റെതും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. 2 പേരും വിക്കറ്റ് വലിച്ചെറിഞ്ഞ് ഇന്ത്യയെ കൂടുതൽ ആശങ്കയിലേക്ക് തള്ളിവിട്ടു എന്ന് തന്നെയാണ് പറയേണ്ടത്. അതിനുശേഷമാണ് തിലക് വർമ്മ സഞ്ജു സാംസണെ കൂട്ടുകെട്ടെത്തിയത്. ഓർക്കുക, 3 വിക്കറ്റ് നഷ്ടപ്പെട്ടത് ഇന്ത്യക്ക് 20 റൺസ് എടുത്തു നിൽക്കുകയാണ്. നിലവിൽ ഇന്ത്യ ഇപ്പോൾ 67 റൺസിലേക്ക് എത്തി. അതായത് ഇപ്പോൾ ഏതാണ്ട് 47 റൺസിന്റെ കൂട്ടുകെട്ടിലേക്ക് സഞ്ജുവും തിലക് വർമ്മയും കാര്യങ്ങൾ എത്തിച്ചു എന്നുള്ളതാണ് നമുക്ക് പ്രതീക്ഷ പുലർത്താൻ. കാരണം അത്ര വലിയ ടോട്ടൽ അല്ല ഈ ദുബായിൽ ഇന്ന് പാകിസ്ഥാൻ ഇന്ത്യക്ക് മുന്നിൽ വെച്ചിട്ടുള്ളത്. ഇന്ത്യയുടെ സ്പിന്നർമാർ കരുത്ത് കാട്ടിയതിന്റെ മികവിലാണ് ഇന്ത്യക്ക് ഇപ്പോൾ ഈ ചെറിയ ടോട്ടൽ ലഭിച്ചത്. 8 വിക്കറ്റ് വീഴ്ത്തിയത് ഇന്ത്യയുടെ സ്പിന്നർമാരാണ്. അതായത് കുൽദീപ് യാദവ് 4 വിക്കറ്റ്, അക്സർ പട്ടേൽ 2 വിക്കറ്റ്, വരുൺ ചക്രവർത്തി 2 വിക്കറ്റ്, മറ്റ് 2 വിക്കറ്റുകൾ വീഴ്ത്തിയത്, ശേഷിച്ച 2 വിക്കറ്റുകൾ വീഴ്ത്തിയത് ഇന്ത്യയുടെ സ്ട്രൈക്ക് ബോളറായിട്ടുള്ള ജസ്പ്രീത് ബുംറയും. അങ്ങനെ പാകിസ്ഥാന്റെ മധ്യനിരയെ തകർത്ത സ്പിന്നർമാരാണ് മത്സരത്തിൽ പാകിസ്ഥാനെ ചെറിയ ടോട്ടൽ ഒതുക്കിയതെങ്കിൽ പാകിസ്ഥാന്റെ പേസർമാരാണ് ഇന്ത്യയുടെ മുൻനിരയെ വീഴ്ത്തിയത്. 3 മുൻനിര ബാറ്റർമാർക്കും മോശം ഷോട്ട് സെലക്ഷനിലൂടെ പുറത്താകേണ്ടി വന്നു. പാകിസ്ഥാൻ ബോളർമാരുടെ മികവിനേക്കാൾ ഉപരിയായിട്ട് ഇന്ത്യൻ ബാറ്റർമാർ മോശം ഷോട്ട് സെലക്ഷനാണ് ഈ കാര്യങ്ങൾ ഈ സാഹചര്യത്തിലേക്ക് ഇത്രമാത്രം ഒരു സമ്മർദ്ദത്തിലേക്ക് എത്തിച്ചത്. അല്ലാത്ത പക്ഷം അല്പം കൂടി ഭേദപ്പെട്ട രീതിയിൽ ഇന്ത്യക്ക് മുന്നേറാൻ കഴിയുമായിരുന്നു എന്നുള്ളതാണ് വസ്തുത. ഇനി ഇന്ത്യയുടെ പ്രധാനപ്പെട്ട കരുത്ത് അത് ബാറ്റിംഗിലാണ്. ഇന്ത്യയുടെ ബാറ്റിംഗ് ആഴമുള്ളതാണ് എന്നുള്ളതാണ് ഇന്ത്യക്ക് ഇനിയും പ്രതീക്ഷ നൽകുന്ന ഘടകം. അതായത് ഇപ്പോൾ തന്നെ ഇനിയും ശിവൻ ദുബെയും റിങ്കു സിംഗും അക്സർ പട്ടേലും ബാറ്റ് ചെയ്യാൻ എത്താനുണ്ട്. അതായത് ഒരു സ്പെഷ്യലിസ്റ്റ് ബാറ്റർമാരെ പോലെ തന്നെ ബാറ്റ് ചെയ്യുന്ന അക്സർ പട്ടേൽ ഓൾറൗണ്ടർ ആണ് എങ്കിൽ പോലും ലോകത്തെ 1ാം നമ്പർ ഓൾറൗണ്ടറായിട്ടുള്ള അക്സർ പട്ടേൽ, റിങ്കു സിംഗ്, ശിവൻ ദുബെ ഈ 3 ബാറ്റർമാരാണ് ഇന്ത്യക്ക് വേണ്ടി ഇനിയും ബാറ്റ് ചെയ്യാനുള്ളത്. പക്ഷേ ഇപ്പോഴത്തെ പെയർ അത് വളരെ നിർണായകമാണ്. കാരണം ഒരു സ്പെഷ്യലിസ്റ്റ് ബാറ്റർ എന്ന നിലയിൽ ശിവൻ ദുബെ ഉണ്ട് എങ്കിൽ പോലും അതിനപ്പുറത്തേക്ക് റിങ്കു സിംഗിനെയും ശിവൻ ദുബെയും കൂട്ടാമെങ്കിൽ പോലും ഹോൾഡ് ചെയ്ത് കളിക്കാൻ കഴിയുന്ന 2 ബാറ്റർമാരാണ്. പ്രത്യേകിച്ചും സഞ്ജു സാംസൺ 12 റൺസ് എടുത്ത് നിൽക്കുകയാണ്. ഇതുപോലെ മറ്റൊരു ഉയർത്തിയടിക്കാനുള്ള ഷോട്ട് അത് താലത്തിന്റെ കൈകളിലേക്ക് എത്തി ഡൈവ് ചെയ്ത് അദ്ദേഹം കയ്യിൽ സ്പർശിച്ചു എങ്കിൽ പോലും വഴുതി പോകുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ സഞ്ജുവിന് ഒരു ജീവൻ ഇപ്പോൾ നൽകിയിട്ടുണ്ട് പാകിസ്ഥാൻ ഫീൽഡർമാർ. ആ അവസരം മുതലാക്കാൻ കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സഞ്ജു സാംസണ് ഈ മത്സരത്തിൽ ഗുണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. സോണി ചെറുവത്തൂർ ഇപ്പോൾ നമ്മോടൊപ്പമുണ്ട്. സോണി, നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ എല്ലാ കാര്യങ്ങൾ പോകുന്നത്. കാര്യം നമ്മൾ കരുതിയതുപോലെ പാകിസ്ഥാന്റെ മധ്യനിര തകർന്നു. പക്ഷേ അതിനും അപ്പുറത്തേക്ക് ഇന്ത്യയുടെ മുൻനിര ഇങ്ങനെ വീണു പോകുമെന്ന് കരുതിയില്ല. എന്താണ് ഈ മത്സരത്തിന്റെ ഒരു ഗതി എന്താണെന്നാണ് സോണി കരുതുന്നത്? ഒരുപക്ഷെ ഒരു നല്ല കൂട്ടുകെട്ട് പടുത്തുയർത്താനായിട്ട് ഇതുവരെ സഞ്ജു സാംസണും തിലക് വർമ്മയ്ക്കും കൂടി സാധിച്ചിട്ടുണ്ട്. നമുക്കറിയാം, വിക്കറ്റ് പോയതിനു ശേഷം ഏതാണ്ട് 50 റൺസിന്റെ കൂട്ടുകെട്ടായിരിക്കുന്നു. അത് ഒരുപക്ഷെ ഒരു ചെറിയ പ്രതീക്ഷ ടീമിലേക്ക് നൽകുന്നുണ്ട്. ഇന്ന് കുറച്ചുകൂടി ഇന്ത്യ വളരെ ഡീപ്പായിട്ട് ബാറ്റ് ചെയ്യുന്നുണ്ട്. അക്ഷർ പട്ടേലിനെ പോലുള്ള താരങ്ങൾ ബാറ്റ് ചെയ്യാൻ വരാനുണ്ട്. ശിവൻ ദുബെ നമുക്കറിയാം സ്പിന്നിന് നല്ല രീതിയിൽ കളിക്കാൻ സാധിക്കുന്ന താരമാണ്. ഈ സ്ലോ വിക്കറ്റിൽ അദ്ദേഹത്തിന് കുറച്ചുകൂടി നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിരിക്കുന്നു. റിങ്കു സിംഗ് വരാനുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും
നമുക്ക് എല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു സ്ഥിതിവിശേഷം എത്തിയിട്ടില്ല. 51 പന്തിൽ 77 എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എത്തിപ്പിടിക്കാവുന്നതേ ഉള്ളൂ. ഈ കൂട്ടുകെട്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. അത് അടുത്ത 3-4 ഓവറുകൾ കൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ഈ സ്കോർ കടക്കാമെന്ന് തോന്നുന്നു. ഒരുപക്ഷെ ഇന്ന് റിങ്കു സിംഗിനെ, അതായത് ഒരു ബോളർക്ക് പകരം ഹാർദിക് പാണ്ഡ്യ എന്ന ഒരു ബോളിംഗ് ഓൾറൗണ്ടർക്ക് പകരം റിങ്കു സിംഗ് എന്ന കുറച്ചുകൂടി ബാറ്റിംഗിൽ മികവ് കാട്ടുന്ന ഒരു താരത്തെ ഉൾപ്പെടുത്താനുള്ള ഇന്ത്യൻ ടീം മാനേജ്മെന്റിന്റെ ആലോചന പോലും പക്ഷേ ഈ പിച്ചിന്റെ സ്വഭാവം മുൻകൂട്ടി കണ്ടായിരിക്കുമോ സോണി? അല്ല, തീർച്ചയായിട്ടും അത്തരത്തിൽ ഉള്ള ഒരു നീക്കം തന്നെ ആയിരിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇന്ന് സിംഡുബയ്ക്ക് അദ്ദേഹത്തിന് ആദ്യ ഓവറുകൾ എറിയേണ്ടി വന്നു. പക്ഷെ എന്നിരുന്നാൽ ഒരു ബൗളർക്ക് പകരം ഒരു ബാറ്റർ, പ്രത്യേകിച്ച് നമുക്ക് ടോസ് വിജയിച്ചതിന് ശേഷം നമുക്ക് ബോൾ ചെയ്യാമെന്ന് നേരത്തെ തീരുമാനിച്ചിരുന്നിരിക്കണം. അത്തരത്തിലുള്ള ഒരു സമയത്ത് ഒരു എക്സ്ട്രാ ബാറ്റർ ഇന്ന് മത്സരം അവസാനിച്ചിട്ടില്ല, പക്ഷെ അത്തരത്തിലുള്ള ഒരു കോൺട്രിബ്യൂഷൻ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു മാസ്റ്റർ സ്ട്രോക്ക് ആയിരിക്കാം ഗൗതം ഗംഭീറിന്റെ ഭാഗത്തു നിന്ന്. ഉറപ്പായിട്ടും. എന്തായാലും സോണിത, ഇപ്പോൾ സഞ്ജു വി സാംസന്റെ ഭാഗത്ത് ഒരു സിക്സർ, അതായത് സഞ്ജു 24 റൺസിലേക്ക് എത്തിയിട്ടുണ്ട്. 85 മീറ്റർ ദൈർഘ്യമുള്ള ഒരു സിക്സർ പറത്തി സഞ്ജു പ്രതീക്ഷ നൽകുന്നു. ഇതിനിടയിൽ സഞ്ജുവിനെ 12ാമത്തെ റൺസിൽ താലത്ത് കൈവിട്ട് കളഞ്ഞത് കണ്ടിരുന്നോ? അല്ല, അത്തരത്തിലുള്ള ഈ കഴിഞ്ഞ മത്സരത്തിൽ തന്നെ ഒട്ടനവധി അവസരങ്ങൾ നഷ്ടപ്പെടുന്നു. നമ്മുടെ ഇന്ത്യൻ ഫീൽഡേഴ്സ് പോലും ചില അവസരങ്ങൾ നഷ്ടപ്പെടുന്ന കഴിഞ്ഞ മത്സരങ്ങൾ കാണാൻ സാധിച്ചിരുന്നു. അത് പലപ്പോഴും നമുക്ക് പന്ത് പിടിക്കാൻ അറിയാത്തതോ അല്ലെങ്കിൽ സാഹചര്യങ്ങളുടെ ബുദ്ധിമുട്ടോ ഒന്നുമല്ല, ആ ഒരു സമ്മർദ്ദമാണ് പലപ്പോഴും അത്തരത്തിലുള്ള മിസ്റ്റേക്ക് വരുത്തുന്നത്. സഞ്ജുവിന് ഭാഗ്യം കൂടെ ഉണ്ടാവട്ടെ എന്ന് തന്നെ നമുക്ക് കരുതാം. എന്തായിരിക്കണം സ്ട്രാറ്റജി? ഈ വിക്കറ്റ് പരമാവധി മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്, അതോ ഇപ്പോൾ അടുത്ത കുഴപ്പമെന്ന് പറഞ്ഞാൽ ഏതാണ്ട് റൺ റേറ്റ് ഒരു 6 പോയിന്റ് നിരക്കിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത്. നിലവിൽ 6 ആണ് ഇന്ത്യയുടെ റൺ റേറ്റ്, 6.33. പക്ഷേ വലിയ ടോട്ടൽ അല്ല, വലിയ ടാർഗറ്റ് അല്ല എന്ന് നമുക്കറിയാം. എങ്കിൽ പോലും നമ്മൾ അവസാന ഓവറുകളിലേക്ക് എത്തുമ്പോൾ ഒരു ആഞ്ഞടിക്കണമെങ്കിൽ എന്താണ്, ഏത് ഓവർ എത്തുമ്പോൾ മുതലാണ് ഒരു ഷോട്ടുകൾ ഉതിർക്കാൻ ശ്രമിക്കേണ്ടത് ഇന്ത്യൻ ടീമിന്? അല്ല, ഇന്ത്യൻ ടീം പ്രത്യേകിച്ച് ഇപ്പോൾ സഞ്ജു സാംസണും തിലക് വർമ്മയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് റിക്വയർഡ് റൺ റേറ്റ്. അതായത് നമ്മുടെ റൺ റേറ്റ് അല്ല, നമുക്ക് നേടേണ്ട റൺ റേറ്റ് ഒരു 10ന് മുകളിലേക്ക് പോകാതെ നോക്കുക. അതുകൊണ്ട് ഇപ്പോൾ രണ്ടുപേരെ ഏതാണ്ട് സെറ്റിൽ ഔൺ ചെയ്തിരിക്കുന്നു. 50 റൺസിന് മുകളിൽ ഒരു കൂട്ടുകെട്ട് വന്നിരിക്കുന്നു. ബൗണ്ടറികൾ ഓരോ ഓവറിൽ ഒന്നെങ്കിലും നോക്കാനായിട്ട് ശ്രമിക്കുക. ഡ്രൈ ഓവേഴ്സ് വരാതെ നോക്കുക. അത് മാത്രമല്ല, അതിനേക്കാൾ നിർണായകമായ ഒരു കാര്യം, അടുത്ത 3-4 ഓവറുകളിലേക്ക് വിക്കറ്റുകൾ നഷ്ടപ്പെടാതെ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 15-16 ഓവർ വരെ വിക്കറ്റുകൾ പോയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 7 വിക്കറ്റ് കൈവശം വയ്ക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി റിസ്ക് എടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. ഇതൊരു ഗംഭീരമായ കൂട്ടുകെട്ടാണ്. സഞ്ജു സാംസന്റെ ആ ഒരു കൂട്ടുകെട്ട് കുറച്ചുകൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം കളിക്കുന്ന ഏറ്റവും നിർണായകമായ ഇന്നിംഗ്സ് ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. റൈറ്റ്, സോണി ചെറുത്തൂരാണ് വിവരങ്ങൾ നൽകിയത്. സോണി, താങ്ക് യു സോ മച്ച്. സോണി പറഞ്ഞതുപോലെ വേണ്ടത് റിസ്ക് എടുക്കാനുള്ള ഒരു ഗ്യാപ്പ്, റിസ്ക് എടുക്കാനുള്ള ഒരു സാവകാശത്തിലേക്ക് ഇന്ത്യ എത്തിക്കുക എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനം സഞ്ജു വി സാംസണും തിലക് വർമ്മയും ചേർന്ന ഈ കൂട്ടുകെട്ടാണ്. 50 റൺസിന്റെ കൂട്ടുകെട്ട് ഇതിനോടകം തന്നെ ഇരുവരും സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ കൂട്ടുകെട്ട് അതിൽ നിന്ന് കൂടുതൽ ഉയരങ്ങളിലേക്ക് പടുത്തുയർത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്താണെങ്കിലും സഞ്ജു വി സാംസണും ഒപ്പം തിലക് വർമ്മയ്ക്കും അതിന് കഴിയട്ടെ എന്ന് പ്രതീക്ഷിക്കാം. തിലക് വർമ്മ ഇപ്പോൾ 35 റൺസ് എടുത്ത് ക്രീസിൽ തുടരുന്നു. സഞ്ജു വി സാംസൺ 24 റൺസുമായി ക്രീസിലുണ്ട്. ആദ്യം ഒരിക്കൽ കൂടി ഔട്ടായ ഇന്ത്യൻ ബാറ്റർമാരുടെ സ്കോർ കാർഡ് കൂടി പറയാതെ വയ്യ. അഭിഷേക് ശർമ്മ ടൂർണമെന്റിൽ ഏറ്റവും ഗംഭീരമായിട്ടുള്ള പ്രകടനം കാഴ്ചവെച്ച അഭിഷേക് ശർമ്മ 5 റൺസിന് പുറത്തായി. സൂര്യകുമാർ യാദവ് 1 റൺ എടുത്ത് മടങ്ങി. ശുഭമാൻ ഗില്ല് 12 റൺസ് എടുത്തും പുറത്തായി. അതിൽ 3 പേരും ഔട്ടായ ഷോട്ടുകൾ ഉതിർത്തത് അത് കഷ്ടം തോന്നി എന്ന് തന്നെ പറയേണ്ടി വരും ഇന്ത്യൻ ആരാധകർക്ക്. അത്രമാത്രം ദയനീയമായിരുന്നു. കാരണം ഒരു ഫൈനലിലെ ആവശ്യം മറ്റൊരു വിക്കറ്റ് സാഹചര്യം കൂടി ഇന്ത്യക്ക് നഷ്ടമാകുന്നു എന്ന് തോന്നുന്നു. സഞ്ജു വി സാംസൺ 24 റൺസ് എടുത്ത സഞ്ജു വി സാംസൺ ഇതാ പുറത്തായിരിക്കുന്നു. സഞ്ജു വി സാംസൺ പുറത്തായിരിക്കുന്നു. ഇന്ത്യക്ക് മറ്റൊരു തിരിച്ചടി കൂടി. സഞ്ജു വി സാംസൺ 21 പന്തിൽ 24 റൺസ് എടുത്താണ് പുറത്തായത്. അബ്രാറിന്റെ പന്തിൽ സഞ്ജു വി സാംസൺ വീണ്ടും ഒരു ഷോട്ടിന് ശ്രമിച്ചു, ഉയർത്തിയടിക്കുന്നു. അത് ക്യാച്ചായി അവസാനിക്കുന്നു. സഞ്ജു വി സാംസന്റെ വിക്കറ്റും ഇന്ത്യക്ക് നഷ്ടമാവുകയാണ്. റൈറ്റ്, ഇനി തിലക് വർമ്മയ്ക്ക് ഒപ്പം കൂടാനുള്ളത് ശിവൻ ദുബെയും റിങ്കു സിംഗുമാണ്. ശിവൻ ദുബെയും റിങ്കു സിംഗും ചേർന്ന് ഈ ഇതുപോലെ തന്നെ സഞ്ജുവുമായി ഒപ്പം ഉണ്ടാക്കിയ പാർട്ട്ണർഷിപ്പ് പോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകട്ടെ എന്ന് പ്രതീക്ഷിക്കുക. എന്തായാലും ഫർഹാനാണ് ക്യാച്ച് എടുത്തത് അബ്രാന്റെ പന്തിൽ. ആദ്യമായിട്ടാണ് ഈ മത്സരത്തിൽ ഒരു സ്പിന്നർക്ക് ഇന്ത്യൻ ബാറ്ററുടെ വിക്കറ്റ് ലഭിക്കുന്നത്. സഞ്ജു വി സാംസൺ, ഷഹസാദ
ഫർഹാന് ക്യാച്ച് നൽകി മടങ്ങുന്നു. അബ്രാർ അഹമ്മദിന്റെ പന്തിൽ 24 റൺസ് എടുത്ത് തിലക് വർമ്മ 35 റൺസുമായി ക്രീസിൽ തുടരുന്നുണ്ട്. നമുക്കറിയാവുന്ന പോലെ 147 റൺസാണ് വിജയലക്ഷ്യം. ആ 147 റൺസ് വിജയലക്ഷ്യത്തിലേക്ക് അടുക്കണമെങ്കിൽ സ്വാഭാവികമായും ഇനിയും അല്പം കൂടി ഇന്ത്യ ക്ഷമ കാണിച്ചേ മതിയാകും. ഡോക്ടർ എൻ അജിത് കുമാർ കൂടി ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. ഡോക്ടർ അജിത് കുമാർ, നമ്മൾ നല്ലൊരു പാർട്ട്ണർഷിപ്പ് ആയിരുന്നു ഇതുവരെ. 50 റൺസിന്റെ കൂട്ടുകെട്ട്, 50 റൺസിന്റെ മുകളിലുള്ള കൂട്ടുകെട്ട് രണ്ടുപേരും ചേർത്ത് സൃഷ്ടിച്ചു. അതായത് 57 റൺസിന്റെ കൂട്ടുകെട്ട്. പക്ഷേ സഞ്ജു വീണ്ടും ഒരു ഷോട്ടിൽ ക്യാച്ച് നൽകി മടങ്ങുന്നു. 12 റൺസിൽ ഒരു അവസരം നൽകിയതാണ്. ആ സ്കോർ നേരെ ഇരട്ടിയാക്കിയതുള്ളൂ. 24ാമത്തെ റണ്ണിൽ സഞ്ജു വി സാംസന് വിക്കറ്റ് നഷ്ടമായി ഈ മത്സരത്തിൽ. ആ ഷോട്ട് സഞ്ജുവിൻ്റേത് ഉൾപ്പെടെ ഇന്ത്യയുടെ ഇന്ന് നഷ്ടമായ 4 വിക്കറ്റുകളും ഷോട്ട് സെലക്ഷനിൽ വലിയ പാളിച്ചയില്ലേ? തീർച്ചയായിട്ടും ഇതൊരു ഓവർ കോൺഫിഡൻസ് പോലത്തെ എനിക്ക് തോന്നിയത്. 146 വലിയ പ്രശ്നമുള്ള കാര്യമല്ല എന്നൊരു തോന്നൽ ബാറ്റ്സ്മാൻമാരുടെ ഉണ്ടായിരുന്നു ആദ്യത്തെ 3 പേരുടെ. പക്ഷെ അത് കഴിഞ്ഞപ്പം തിലക് വർമ്മയും സഞ്ജുവും വളരെ നന്നായിട്ട്, ഞാൻ വിചാരിച്ചു ഒരു 147 വരെ എത്തുന്നതാണ്. അങ്ങനെയാണ് രണ്ടുപേരും കൂടി കളിക്കണ്ടായിരുന്നത്. പക്ഷെ ഇറ്റ് വാസ് വെരി അൺഫോർച്ചുനേറ്റ്. കാരണം സഞ്ജു വളരെ നന്നായിട്ട്, പ്രത്യേകിച്ച് കഴിഞ്ഞ ഓവറിൽ 6 ഒക്കെ അടിച്ചപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് സഞ്ജുവിന്റെ ഡേ ആകാൻ പോവാണെന്ന് വിചാരിച്ചു. പക്ഷേ ഇറ്റ്സ് നോട്ട് ടു ബി. അതാണ്, അല്ലാണ്ട് എന്താ പറയാനാണ്. ചാൻസ് സ്റ്റിൽ ദേർ. 70 റണ്ണ് ഇന്ത്യയെ സംബന്ധിച്ചോളം വലിയൊരു, കാരണം ഇപ്പോഴും 45 പന്ത് ബാക്കിയുണ്ട്. 45 ബോളിൽ 70 റൺ ഒരു പ്രശ്നമാണ്. പ്രത്യേകിച്ച് ദുബൈ നമുക്ക് കണ്ടതാണല്ലോ, പലപ്പോഴും സ്കോർ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. വളരെ ഫാസ്റ്റ് ആയിട്ട് ബാറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റിയുള്ള ഒരു ബാറ്റ്സ്മാൻ ആണ്. ഇവർ രണ്ടുപേരും കൂടി, 2 ലെഫ്റ്റ് ഹാൻഡേഴ്സും കൂടി ഒന്ന് മനസ്സിരുത്തിയാൽ തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഒരു വിജയത്തിന് ഇനിയും സാധ്യതയുണ്ടെന്നാണ് എന്റെ അറിവ്. ഈ ക്രൂഷ്യൽ, ഇനി ഇതും അടുത്ത റിങ്കു സിംഗും രണ്ടുപേരും